നീതിക്കെതിരെയുള്ള നിയമപോരാട്ടത്തിലാണ് കളമശ്ശേരി വട്ടേക്കുന്നം സ്വദേശി ഷീല ആന്റണി. തന്റെ വീടിന് മുകളിലൂടെ അനധികൃതമായി വലിച്ച വൈദ്യുതി ലൈൻ മാറ്റാൻ തയ്യാറാകാത്ത KCB ഉദ്യോഗസ്ഥരുടെ നടപടിയിൽ പ്രതിഷേധിച്ച് KCB കളമശ്ശേരി സബ് ഡിവിഷൻ ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല സത്യാഗ്രഹം ഇരിക്കുന്നത്. അനിശ്ചിതകാല സത്യാഗ്രഹം ഇന്ത്യ വുമൺ റൈറ്റ്സ് മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് ഫിലിപ്പ് ജെ പുല്ലാടൻ ഉദ്ഘാടനം ചെയ്തു. നിരന്തര പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് കേരള ഇലക്ട്രിസിറ്റി ബോർഡ്. എത്രയോ ആളുകളെ ഇതുപോലുള്ള ദുരന്തങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇതിപ്പോൾ 13 വർഷമായി ഒരു വീട്ടമ്മ തൻ്റെ ഒരു വളരെ ചെറിയ രീതിയിൽ പരിഹരിക്കാവുന്ന ഒരു ആവശ്യത്തിന് വേണ്ടി KSEBയുടെ പുറകെ നടന്നിട്ട് കേട്ട ഭാവമില്ലാതെ അവർ ചെയ്യുന്നത്, അവർ നിലകൊള്ളുന്നത് എത്രയോ ദുരന്ത സമാനമായ ചിന്താഗതിയാണ്. 13 വർഷം മുമ്പ് അവർ വീട്ടിലില്ലാതിരുന്ന സമയത്ത് അവരുടെ വീട്ടിൽ അതിക്രമിച്ച് കയറിയാണ് KSEB ലൈൻ വലിച്ചത് എന്നുള്ളത് ഏറ്റവും കുറ്റകരമായൊരവസ്ഥയാണ്. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് പലവട്ടം പരാതി കൊടുത്തു. ഈ അടുത്തും പരാതികൾ കൊടുത്തിരുന്നു. പക്ഷേ വെള്ളാനകളുടെ ഈറ്റില്ലമായി നിലകൊള്ളുന്ന KSEBയെ ചോദ്യം ചെയ്യാൻ ഇവിടെ സർക്കാരുമില്ല, പൊതുജന സംവിധാനങ്ങളുമില്ല. ഇവർക്ക് തോന്നുന്നപടി എന്തു വേണമെങ്കിലും ഇവർക്ക് ചെയ്യാം. അത്തരമൊരു സാഹചര്യം ഉയർത്തിക്കൊണ്ട് ഇവിടെ KSEB നിലനിൽക്കുകയാണെങ്കിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും KSEBക്കെതിരെ അണിനിരക്കേണ്ട ഒരു ഘട്ടമുണ്ടാകും. മുഖ്യമന്ത്രി ഉൾപ്പെടെ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും തെളിവുകൾ സഹിതം പരാതികൾ നൽകിയിട്ടും വൈദ്യുതി ലൈൻ മാറ്റാൻ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പ്രമേഹ രോഗി കൂടിയായ കളമശ്ശേരി നഗരസഭയിൽ 39-ാം വാർഡിൽ വട്ടേക്കുന്നം പീച്ചിങ്ങപ്പറമ്പ് നെടുമ്പറമ്പിൽ ആന്റണിയുടെ ഭാര്യ ഷീല ആന്റണി സമരത്തിനിറങ്ങിയിരിക്കുന്നത്. എന്താണ് മാഡത്തിന്റെ ആവശ്യം? എനിക്ക് ഈ കമ്പികൾ മാറ്റി കിട്ടണം, എനിക്ക് നീതി കിട്ടണം. 1-2 കൊല്ലമല്ല ഞാനിത് നടക്കാൻ തുടങ്ങിയിട്ട്. 2013 ആഗസ്റ്റ് തുടങ്ങി നടക്കണേണ്. റോഡില്ലാത്തടത്ത് സ്ട്രീറ്റ് ലൈറ്റ് എന്നും പറഞ്ഞിട്ട് മുനിസിപ്പാലിറ്റിനെയും ഉദ്യോഗസ്ഥരെയും കബളിപ്പിച്ചുകൊണ്ടാണ് ഈ കൗൺസിലർ ഈ പണി ചെയ്തത്. ഈ 2013 തുടങ്ങി ഞാൻ നടക്കണതാണ് ഇത് മാറ്റിക്കിട്ടാൻ. എൻ്റെ വീട് പണി മുടങ്ങി. എനിക്ക് 2014 എൻ്റെ വീട് പണി മൊത്തം തീരേണ്ടതാ. ഒരു നില ഞാൻ പണിത്. എനിക്ക് റെയിൽവേയുടെ NOC ഉണ്ട്, വീട് പണിയാനായിട്ട് മുനിസിപ്പാലിറ്റിയുടെ പെർമിറ്റ് ഉണ്ട്, എല്ലാ പേപ്പറും ഉണ്ട്. ഇവർക്ക് മാത്രം ഇതൊന്നുമില്ല, ചോദിക്കൽ പറയലൊന്നുമില്ല. എന്തോ തറവാട്ട് സ്വത്ത് പോലെ അങ്ങോട്ട് കൊണ്ടുവന്ന് ഒരു പോസ്റ്റ് ഞങ്ങളുടെ പറമ്പിലോട്ട്. അതും പോരാണ്ട് ഈ എൻ്റെ പറമ്പിലുള്ള മരങ്ങളും എല്ലാം വെട്ടി നശിപ്പിച്ച് കുറെ പലതരത്തിലുള്ള വാഴകളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നതാ. പിന്നെ കൂടെ ഈ കമ്പികൾ പൊട്ടി വീഴും. ഈ കമ്പികൾ പൊട്ടി വീഴുമ്പോൾ എൻ്റെ വീട്ടിലെ വയറിങ് അടക്കം പലതവണ കത്തിപ്പോയി. ഇപ്പോൾ ഈ മോൻ്റെ കല്യാണം വന്നപ്പോൾ അവിടെ മുറിയുടെ വയറിങ് എല്ലാം രണ്ടാമതേ ചെയ്തപ്പോഴാണ് എല്ലാം കത്തിക്കരിഞ്ഞിരിക്കുന്നത്. എന്തോ ആ വീട് കത്തിപ്പോകാഞ്ഞത് എന്തോ വീട്ടിലുള്ള എൻ്റെ മക്കളുടെ പ്രാർത്ഥനയോ അല്ലെങ്കിൽ കാരണന്മാരുടെ അനുഗ്രഹമോ ആയിരിക്കുള്ളൂ. കാരണം ഞാൻ അതിനും വേണ്ട ഞാൻ സഹിക്കുന്നുണ്ട്. ഒരു TV ഇല്ല, ഒരു സാധനം ഇല്ല വീട്ടിൽ, എല്ലാം കത്തിപ്പോയി. ഞാൻ ഫസ്റ്റിലെ പരാതി കൊടുത്തത് KSEB തേവക്കൽ ഡിവിഷനിലാണ്. അപ്പോൾ അന്നത്തെ AE പറഞ്ഞത് മുനിസിപ്പാലിറ്റിയാണ് ഇതൊക്കെ ചെയ്തത്, അവര് പെർമനന്റ് ആയിട്ട് പൈസ അടച്ചേക്കണേണ്, അതുകൊണ്ടിട്ട് ഇത് മാറ്റാൻ പറ്റൂല. അപ്പൊ ഞാൻ പറഞ്ഞ ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ ഇതിലെ വലിച്ചത്? അതിന്റെ പെർമിഷൻ വേണ്ടേ? അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല, എല്ലാം കൗൺസിലറാണ് ചെയ്യിച്ചേക്കണത്. നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ സെക്രട്ടറിനെ കാണാൻ പറഞ്ഞു. അന്ന് തന്നെ ഞാൻ സെക്രട്ടറിനെ പോയി കണ്ടപ്പോൾ സെക്രട്ടറി പറഞ്ഞു ഇതൊന്നും ഞങ്ങളല്ല ചെയ്യേണ്ടത്, KSEB ആണ് ചെയ്യേണ്ടതെന്ന്. അങ്ങനെ ഇവര് എന്നെ അങ്ങോട്ട് ഓടിച്ച് ഞാൻ പെരുമ്പാവൂര് പോയി, KSEBയുടെ ഓഫീസിൽ, ആലുവയിൽ പോയി, പിന്നെ കളക്ടറുടെ അടുത്ത് പോയി. കളക്ടറാണ് എന്നോട് എന്നിട്ട് ഇവിടെ അന്വേഷണത്തിന് ഉത്തരവിട്ട്. അപ്പൊ ഇവര് കളക്ടറേയും വെറുതെ ഫൂളാക്കി. ഇതിലെ ലൈൻ കമ്പി വലിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ വീണ്ടും ഇതിന്റെ ഫോട്ടോ എടുത്ത് കളക്ടർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ തഹസിൽദാരെയും വില്ലേജ് ഓഫീസറെയും വിട്ട് അന്വേഷിപ്പിച്ച് എനിക്ക് അനുകൂലമായ റിപ്പോർട്ട് അവർ തന്നു. എന്നിട്ട് ഇവർക്ക് നോട്ടീസ് കൊടുത്ത് കളക്ടർ, അതായത് ഇത് എത്രയും പെട്ടെന്ന് മാറ്റി കൊടുക്കാൻ. ഇവരനങ്ങിയില്ല. അനങ്ങാതെ വന്നു കഴിഞ്ഞപ്പോൾ കളക്ടർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ് നിങ്ങൾ കോടതിയെ സമീപിക്കാൻ. അങ്ങനെ ഈ കോടതിയിൽ പോയി. അതിൻ്റെ മുമ്പ് 2017 ഞാൻ ഇവരുടെ മന്ത്രി മണി ആശാനെ പോയി കണ്ട് തിരുവനന്തപുരത്ത്. ഈ തിരുവനന്തപുരത്ത് പോയി കണ്ട് അങ്ങേരുടെ അടുത്ത് ഈ ഫയലെല്ലാം ഞാൻ കൊടുത്ത്. അങ്ങേര് ഇതെല്ലാം വാങ്ങിച്ചു വെച്ചിട്ട് എന്നോട് പറഞ്ഞേ, നീ ഒരു പണി ചെയ്, ടെറസിന്റെ മുകളിൽ കയറി സൈക്കിൾ ചെയിൻ വലിച്ചെറിയാൻ കൂടെ ഈ ഡുമ്മയിലോട്ട്.
അപ്പൊ ഞാൻ പറഞ്ഞ് ഒരു പണിയിൽ എനിക്ക് ലെറ്റർ പാഡിൽ എഴുതിത്താ, അല്ലെങ്കിൽ എന്റെ പേരിൽ കേസ് വരൂലേ, അങ്ങനെ പറഞ്ഞപ്പോ അത് തന്നില്ല. പിന്നെ ഞാൻ ഇവിടെ വന്ന് വീണ്ടും വക്കീലിന്റെ അടുത്ത് പോയി. പല തവണയായിട്ട് ഞാൻ ആദ്യത്തെ വക്കീല്, അയാള് ഗവൺമെന്റ് പ്ലീഡറായിരുന്നു, അത് മറച്ചു വെച്ചോണ്ടാണ് അയാള് ജൂനിയറിനെ കൊണ്ട് കേസ് നടത്തിച്ചത്. എന്നിട്ട് അതിൽ ഈ അപ്പാർട്ട്മെന്റിന്റെ ഉടമ TS തമ്പി എന്ന് പറഞ്ഞ ഒരാളാണ്, അയാളുടെ പേരും കൂടി ചേർത്ത് എന്നിട്ട് നോട്ടീസ് അയക്കുമ്പോ അയാളുടെ ഇനീഷ്യൽ തെറ്റിച്ചോണ്ടാണ് ഇവര് നോട്ടീസ് അയച്ചുകൊണ്ടിരുന്നത്. കോടതിനെ തെറ്റിദ്ധരിപ്പിച്ചു ഇവര്. ആ ഈ ഉദ്യോഗസ്ഥൻ ഇപ്പൊ ഈ AXC എന്നാണ് അയാളുടെ പേര്, ശിവദാസൻ, അയാളാണ് ഈ മുട്ടൻ നുണ പറഞ്ഞ് കോടതിനെ കബളിപ്പിച്ചത്. നിരാഹാര അനിശ്ചിതകാലത്തേക്ക്, എന്റെ മരണം വരെ ഞാനിവിടെ ഇരിക്കും. കാരണം എനിക്ക് ഇനി നീതി കിട്ടിയേ പറ്റുള്ളൂ. ഇതിൽ 3 കാര്യങ്ങളാണുള്ളത്. ഒരു സ്ഥലത്തിന്റെ ഉടമസ്ഥന്റെ അനുവാദമില്ലാതെ അതിലെ ലൈൻ വലിക്കാൻ KSBക്ക് അനുവാദമുണ്ടോ ഒന്നത്. രണ്ടാമത് നഷ്ടപരിഹാരം നൽകണം, അത് നൽകിയിട്ടുണ്ടോ. മൂന്നാമത് പ്രൈവറ്റ് അല്ലെങ്കിൽ വേറൊരു വഴി, പൊതുവഴി ഇല്ലാതെ എങ്ങനെയാണ് മുനിസിപ്പാലിറ്റി ഈ ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരമാകും, അത് ഉറപ്പാണ്. കാരണം ഒരു പൊതുവഴി അല്ലാത്തൊരു സ്ഥലത്തേക്ക് ലൈൻ വലിക്കുക എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഫണ്ട് ദുർവിനിയോഗം ചെയ്യുക തന്നെയാണ്. അതിനൊരു മറുപടി ആദ്യം കിട്ടുക. രണ്ടാമത്തത് ഈ പറഞ്ഞതുപോലെ ഇവരുടെ അനുവാദമില്ലാതെ ഒരു ലൈൻ വലിക്കാൻ ആരാണ് KSBക്ക് അനുവാദം കൊടുത്തേക്കുന്നത്. ഈ കളക്ടർ പോലും നിസ്സഹകരായിട്ട് കോടതിയെ സമീപിക്കാൻ പറയുമ്പോൾ ഈ പ്രശ്നത്തിൻ്റെ രൂക്ഷത നമ്മൾക്ക് മനസ്സിലാകും. ഈ ഷീല ആന്റണിയോടൊപ്പം ആം ആദ്മി പാർട്ടിയും ഈ സമരത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്നു. സാധാരണക്കാരായ ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് ഇന്നേ വരെ ഈ ഡിപ്പാർട്ട്മെൻറ്റിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള സത്യാവസ്ഥയാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഷീല ആൻ്റണി അനുഷ്ഠിച്ചിരിക്കുന്ന അനിശ്ചിതകാല നിരാഹാരം കഴിഞ്ഞ 13 കൊല്ലം ആയിട്ട് അവർ വളരെയധികം പ്രയാസപ്പെടുത്തുന്ന ഒരു പ്രശ്നത്തിലേക്കാണ് കടന്നു പോകുന്നത്. ഒരു അസിസ്റ്റൻ്റ് എഞ്ചിനീയർ, ഒരു ശിവദാസിൻ്റെ തെറ്റായിട്ടുള്ള റിപ്പോർട്ടിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ വീട്ടമ്മ അനുഭവിക്കുന്ന പ്രശ്നം ഗുരുതരമായിക്കൊണ്ടിരിക്കുന്നത്. അലിൻ പൗലോസ്, ഗോഷിൻ ഗോഷി തുടങ്ങിയവർ സംസാരിച്ചു.